ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പാടുള്ള കാര്യം എന്താന്ന് പറയാം. അപ്പൊ ഹലോങ് ബേ എക്സ്പ്ലോർ ചെയ്യാൻ പോവല്ലേ? അടിപൊളിയല്ലേ? അതാ റിസോർട്ടിൽ തിരിച്ചു പോകണമെന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ തിരിച്ച് റിസോർട്ടിൽ പോകണമെന്നാണ്. എന്നാ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കറങ്ങാം. കുറച്ച് നൈറ്റ് മാർക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പൊ ചിലപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കുറച്ച് കാണും, എന്റർടൈൻമെന്റ് കാണും, ഫുഡ് കാണും. പറ്റുമെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ ഒരു കിടിലം ഫുഡ് മസാജും ചെയ്യാം. ആൻഡ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഹീലിൻ്റെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ അഡോറിൻ്റെ കിച്ചൺ ടവൽസ് ആണ്. ഈ അഡോറിന് തന്നെ ഫേസ് ടിഷ്യൂസ് ഉണ്ട്, അല്ലാതെ സാധാരണ നമ്മുടെ പോക്കറ്റ് ടിഷ്യൂസ് ഉണ്ട്. നമ്മുടെ എല്ലാ ടിഷ്യൂസും ഇപ്പോൾ അഡോറിനെയാണ് ഉപയോഗിക്കുന്നത്. മെയിൻലി ബിക്കോസ് ഇറ്റ്സ് അഫോർഡബിൾ ആൻഡ് കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വാല്യൂ ഉണ്ട്. കിച്ചൺ ടവൽസ് നമ്മുടെ ഒരു കൾച്ചറിൽ പൊതുവെ യൂസ് ചെയ്യുന്ന കുറവാണ്, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. പാത്രങ്ങളാണെങ്കിലും പെട്ടെന്ന് കുറച്ച് അഴുക്ക് വീണ് തുടയ്ക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ടവൽസ് അല്ലെങ്കിൽ കിച്ചൺ ടവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വാഷ് ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഭയങ്കര അബ്സോർബൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. സോ ഇത് ഫ്രൂട്ട്സ് തുടയ്ക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ തുടയ്ക്കാൻ ഉപയോഗിക്കാം. സോ ലൈക്ക് ഈ എണ്ണ വീണ വരെ തുടയ്ക്കാൻ ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു കിച്ചണിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ആൻഡ് ഭയങ്കര അഫോർഡബിളും ആണ്. ഓക്കെ, ഞങ്ങളിത് ഞങ്ങളുടെ റിസോർട്ടിന്റെ മെയിൻ ഏരിയയിൽ നിന്ന് ഇറങ്ങി. ഇവരുടെ തന്നെയാണ് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. വിൻപേളിൻ്റെ തന്നെ കംപ്ലീറ്റ് ഇലക്ട്രിക് കാറും അതിൻ്റെ ചാർജിങ്ങും ആണ് ഇവിടെ മൊത്തം. ആൻഡ് ഹലോങ് ബേ ടൗൺ ശരിക്കും ഈ ഒരു ടൗൺ ഉണ്ടല്ലോ, ഒരു എന്റർടൈൻമെന്റ് സിറ്റിയുടെ ഒരു സെറ്റ് ഇട്ട ടൗൺ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കംപ്ലീറ്റ് ഈ ഒരു ബിൽഡിങ്സും എല്ലാം നമ്മുടെ ഒരു ജെന്റിങ് ഐലൻഡ് ഒക്കെ ഇല്ല അതുപോലെ ഉണ്ടാക്കാനാണ് അവരുടെ പ്ലാൻ. ഒരു റിസോർട്ട് എന്റർടൈൻമെന്റ് ടൗൺ പോലെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തത് ഇതൊക്കെ കണ്ട ഒരു പുതിയ ഒരു ടൗൺ പ്ലാനിങ് ചെയ്ത പോലെ. ഓൾറെഡി ഭയങ്കര വലിയ റോഡ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ബാക്കിയെല്ലാം ഇന്ന് പണിതാൽ മതിയല്ലോ. അതിനെ പണി നടക്കും. ഇവിടെ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്ന് ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ പൂട്ടിപ്പോയി. അതിനു മുമ്പ് ഫുൾ ഫ്ലൈറ്റ് ഇതൊക്കെ പൂട്ടിപ്പോയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇതിന് മുമ്പ് ഫുൾ ഫ്ലൈറ്റ് ആയിട്ട് വർക്ക് നടക്കുമായിരുന്നു, നല്ല തിരക്കായിരുന്നു. കോവിഡ് വന്ന് ഇവർക്ക് ബിസിനസ് ഇല്ലാതെ പോയി, ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പുതിയ ബിസിനസ് അല്ലേ, ഓൾറെഡി ഫണ്ട്സ് ഒന്നും കാണില്ല, ഉള്ളതെല്ലാം ഇട്ടായിരിക്കും ബിസിനസ് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ കാണിച്ചു തരാൻ കുറേ സ്ഥലങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. പഴയ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. എന്നാലും ആസ് എ ടൂറിസ്റ്റ് ഇറ്റ്സ് സൂപ്പർ. കണ്ടോ മൊത്തം ബിൽഡിങ്സ് നോക്ക്, ഭയങ്കര കളർഫുൾ ആണ്. ഒരു യൂറോപ്യൻ സ്റ്റൈല്. പക്ഷേ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു യൂറോപ്യൻ ഫീലിലാണ് അവർ മൊത്തം സ്ട്രീറ്റ്സും ബൊളിവാർഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ റോഡ്സിന്റെ വീതിയൊക്കെ നോക്ക്, ഭയങ്കര വലിയ റോഡ്സ് ആണ്. ഇത്രയും ചെറിയ ടൗണിന്റെ ആവശ്യമില്ല. പന വെച്ച് റോഡ്സ് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു. എവിടെ നോക്കിയാലും ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിയാണ് മൊത്തം. ഇപ്പൊ ഫസ്റ്റ് സ്ഥലം ഇന്നത്തെ നമ്മൾ വന്നിരിക്കുന്നത്, ഈവനിങ് ഇറങ്ങാൻ പറ്റുള്ളൂ, ഭയങ്കര ചൂടാണ് അറിയാലോ. ഇത് സൺവേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിനല്ല വന്നിരിക്കുന്നത്, കേബിൾ കാറിന് പോകാനാണ് വന്നിരിക്കുന്നത്. കാരണം ഫുൾ ഹലോങ് ബേയുടെ വ്യൂ കിട്ടും. എങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നവരല്ലേ. ഈ വിയറ്റ്നാമിന്റെ മൊത്തം നമ്മൾ കണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം വിയറ്റ്നാമും തൈവാനും ഈ സ്ഥലങ്ങളിലെ ആൾക്കാരില്ല. ആയിരിക്കുള്ളൂ. അവര് ഭയങ്കര ഹോപ്പിൽ തുടങ്ങിയ ഒരു സംഭവമായിരിക്കും ഇത്. പക്ഷെ കോവിഡ് വന്നുകൊണ്ടായിരിക്കും, ആൾക്കാരും ഇല്ല, കുറെ ബിസിനസ് പൂട്ടിയും പോയി. പക്ഷെ എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കര ഫണ്ടുള്ള ടീമാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ പോലെ തന്നെ ഈ സൺവേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഗ്രൂപ്പാണ്. ഈ ഏരിയ ഒക്കെ കണ്ട ഇതൊക്കെ നല്ല രസമല്ലേ. ഐസ്ക്രീം പാർലേഴ്സും ഒന്നും എക്സ്പെൻസീവ് അല്ല. ഈ വിയറ്റ്നാമിന്റെ ഗുണം ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോയാലും ഫുഡിന് ടൂറിസ്റ്റ് റേറ്റ് അല്ല, വളരെ കുറച്ച് റേറ്റ് കൂട്ടിയായിരിക്കും വിൽക്കുന്നത്. അതുകൊണ്ട് ഏത് ടൂറിസ്റ്റ് സ്ഥലം പോയാലും അഫോർഡബിൾ ആയിരിക്കും. പക്ഷേ ഇതെല്ലാം സാഡ് ആയിട്ടിരിക്കുവാണ്. ഉണ്ട് ഗാംബ്ലർ പ്രിയ, ഗാംബിൾ ചെയ്യാനായിട്ട്. ഇത് പക്ഷെ ബാസ്കറ്റ് ബോൾ മാത്രമുള്ളൂ എറിയാൻ, മറ്റേ ഗെയിമൊന്നും ഇല്ല. ഇവിടുന്ന് തന്നെ ബൈറ്റാം എന്ന് പറഞ്ഞ ബീച്ചാണ്, ബെസ്റ്റ് ബീച്ചാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 2 വാട്ടർ പാർക്കും ഉണ്ട്, സാധാരണ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, അത് അങ്ങോട്ടാണ്. എന്ത് വിശാലമായ കിടക്കുന്നത് നോക്ക്, നമ്മൾ മാത്രമുണ്ട്. എന്ത് വിഷമം വരും അല്ലേ. നമുക്ക് നമ്മുടെ ഷോപ്പ് ആ കൂടെ 2000-2500 സ്ക്വയർ ഫീറ്റ് തന്നെ കുറച്ച് ദിവസം ആള് കുറവായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമം. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്ക്. ഇത് വെച്ചിരിക്കുന്ന ഒരു പഴയ വിയറ്റ്നാം ടെമ്പിൾ അല്ലെങ്കിൽ ഒരു വിയറ്റ്നാമീസ് റിച്ച് ഹൗസ് ഒക്കെ പോലെയാണ്. ഓഷ്യൻ സ്റ്റേഷൻ ഇത് എവിടം വരെ പോയിട്ട് തിരിച്ചു വരുമോ. അത്യാവശ്യം കടലിന്റെ മുകളിൽ കൂടെ ഉള്ള കേബിൾ കാറാണ്. തൂങ്ങി ഇങ്ങനെ നമ്മൾ ഇരിക്കണം, നമ്മളെ ബഞ്ചി ജമ്പിങ് പോലെ. നമ്മളെ വെറുതെ അതിൽ കെട്ടിടത്തേ ഉള്ളൂ. കണ്ട പ്രിയ ഓഷ്യന്റെ മുകളിൽ കൂടെ തൂങ്ങി പിടിച്ചോണ്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതൊക്കെ കേറും. സംഭവം നല്ല ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ്
1000 രൂപ, കിഡ്സിന് 800 ആണ്. വേർത്താണ്. കേബിൾ കാറിൽ പോയി അവിടെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ആണ്. 2-3 സാധനങ്ങൾ മാത്രം പെയ്ഡ്. അത് ഇനി തിരിച്ചു വരാൻ 8 മണി വരെയാണ് ഉള്ളത്, രാവിലെ 11 മണി തൊട്ട്. ഫുൾ സൗകര്യം കേട്ടോ. നമുക്ക് കേബിൾ കാറിൽ സ്റ്റെപ്സ് കയറാനൊന്നും വേണ്ട, നേരെ നമുക്കിത് ഇവരുടെ എസ്കലേറ്റർ വഴിയൊക്കെ മുകളിലേക്ക് പോവാം. ഫുൾ സൗകര്യമാണ്. ഇന്ന് വേദുവിന്റെ ഡേ ആണ്. ഈ വിയറ്റ്നാമും തൈവാനും ഫുൾ ടൈം വേദുവിന്റെ ഡേ ആയിരുന്നു. മറ്റേ സ്വിറ്റ്സർലൻഡ് ടൈപ്പ് കേബിൾ കാറാണ് കേട്ടാ. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ അല്ല, എല്ലാവർക്കും കൂടെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള കേബിൾ കാർ. അത് കൊള്ളാം. ഇത് മറ്റേ ട്രെയിൻ പോലെയാണല്ലോ, കേബിൾ കാർ അല്ലല്ലോ. ഇതാ കേബിൾ കാർ. തൂങ്ങിപ്പിടിച്ചോണ്ട് പോണ്ട. ഇതാണ് പ്രിയ. ഇത് ഇങ്ങനത്തെ കേബിൾ കാറാ. ഒറ്റ പോക്കാണ്. അമ്മക്ക് അപ്പൂപ്പന്മാരൊക്കെ പേടിച്ച് എല്ലാം വ്ളോഗേഴ്സ് ആണ് കേട്ടാ. ഇവിടെ എല്ലാം വ്ളോഗേഴ്സ് ആണ്, കംപ്ലീറ്റ് വ്ളോഗേഴ്സ് ആണ് നിൽക്കുന്നത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രിയമോഹൻ. എന്തൊരു നോക്കിയത്, ഞാൻ വിചാരിച്ചു എന്തൊരു ചൂടായിരിക്കുന്നു, പക്ഷെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് അടിപൊളിയല്ലേ. അതെ, അപ്പുറത്ത് നമ്മുടെ വാട്ടർ പാർക്ക്, വലിയ തീം പാർക്കാണ്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ചീപ്പാണ്. എനിക്ക് തോന്നുന്നു ആ സൈഡിലേക്ക് കുറച്ച് ഒരു 1000-1200 രൂപ കണ്ടേ ഉള്ളൂ. പക്ഷെ കാലിയാണ്ട് ആരും ഇല്ല. വാട്ടർ പാർക്കാണ് ആ സൈഡില് മൊത്തം. ഇത് വേറെ എന്ത് ബ്യൂട്ടിഫുൾ ചെയ്ത് വെച്ചിട്ട് എന്തോരം ഡെവലപ്മെന്റ് പ്രൊജക്ട്സാ വരുന്നത് നോക്കാം. ഹെലോങ് ബേയിൽ ഈ ഹെലോങ് ബേന്റെ വേറെ ഗുണം അറിയാം, ഇത്രേ ഉള്ളൂ ഈ ഹെലോങ് ബേ ടൗൺ. സോ നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാം. കഴിക്കണോ, എന്റർടൈൻമെന്റിന് പോകണോ, ഊട്ടുകയാണോ, എല്ലാം അടുത്തായതുകൊണ്ട് അധികം ടൈം. പ്രിയാണ്. അയ്യോ സ്റ്റക്കായോ? അടിയിൽ കടല്. അടി നോക്ക്. കാണിക്ക് പ്രിയ. ഹായ് കാണിക്കുമ്പോ ഹായ് കാണിക്കണം. അതാണ് ഇവിടെ എല്ലാരും വെൽക്കമിങ് ഹായ് അല്ലേ. ഹെലോങ് ബേ ബോട്ടിലും അങ്ങനെ ആയിരുന്നില്ലേ? നമ്മൾ തിരിച്ചു പോവാൻ ഇപ്പോഴും ഇവിടെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അല്ല, ഇതിൽ തന്നെ തിരിച്ചു തിരിച്ച് നമ്മൾ വന്ന് കയറുന്നത് ഇതുപോലത്തെ ഒരു ലോബി ഏരിയയിലാണ്. അകത്ത് പ്ലേ ഏരിയാസ്, അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം കാണും. നമുക്ക് എന്തായാലും സൂപ്പർ സംഭവമാണ്. ഈ ആ ഒരു 800-900 റുപ്പീസിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയല്ലേ ശരിക്കും. ഇതിന് വന്നടന്നതേ കിട്ടി. ഇതൊക്കെ ഫ്രീയാ ആണെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ട് പോയി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വയർ നിറഞ്ഞുകൊണ്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ലൈറ്റ് ആയിട്ട് വല്ലതും കഴിക്കണം. ലൈറ്റ്, കാരണം രാത്രി അതാ പറഞ്ഞ ഡാഡി പറയും പ്രിയ ബൺ കഴിച്ച് ബണ്ണിഞ്ഞ മാതിരി സാൻഡ്വിച്ച് പോലെയല്ലേ? സാൻഡ്വിച്ച് പോലെ. അതെന്താ സാൻഡ്വിച്ച്? ഇത് ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ. അത് കറക്റ്റാ. അത് കൊള്ളാലോ ഡ്രസ്. ഞാൻ എപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഷൈൻ ചെയ്തതാണ്. ഓ ആണോ? അത് അറിഞ്ഞില്ല. ഒട്ടും പറയില്ല കേട്ടാ. എന്ത് പ്രിയയുടെ ഡിസൈൻ ആണ്? അതെന്താ? കാരണം കുറച്ചൊരു ബൊട്ടീക്ക് ലുക്ക് ഉണ്ട്, എസ്തെറ്റിക് ഉണ്ട്. അപ്പൊ എന്റെ ഡിസൈൻ ഞാൻ ചെയ്തത് അല്ല, സാധാരണ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് അവര് എത്ര ഫ്ലോറാ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ പ്രിയ? ഇതിന്റെ മുകളില് ഒരു മലയുടെ മുകളില് മാജിക് ലാൻഡ് ഒക്കെ ഉണ്ട്. മാജിക് ലാൻഡിൽ പോയാലോ? ഇതിന്റെ മുകളിൽ കയറി നമുക്ക് കംപ്ലീറ്റ് ഹെലോങ് ബേ ഒന്നും കൂടെ ഫൈനൽ ആയിട്ട് കാണാൻ പറ്റും. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ എല്ലാം ബിൽഡിങ്ങിന്റെ മുകളിൽ ഇവര് അമ്യൂസ്മെന്റ് പാർക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഇത് ഭയങ്കര ഫ്ലോറാ. ഓൾറെഡി മലയുടെ മുകളിലാ. മലയുടെ മുകളിൽ ബിൽഡിങ്ങാ, അതിന്റെ മുകളിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കണ്ട അപ്പുറത്ത് ഇത് നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്ത് തന്നെയാണ്. കുറെ വാക്കിംഗ് ഏരിയ ഉണ്ട് ഈ ബ്രിഡ്ജസും കോയ് പോണ്ടിന്റെ ഒക്കെ ഇടയിൽ കൂടെ. അതിന് നേരെ നടന്ന് എൻഡ് ചെയ്യുന്നത് ഒരു ടെമ്പിളിന്റെ അടുത്താണ്. നല്ല ഭംഗിയായിട്ടുണ്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ബാക്ക് ഡ്രോപ്സ് ആണെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ഹെലോങ് ബേ. രസമല്ലേ ഇവിടെ? നല്ല കാറ്റ്, നല്ല വെതർ, സൺസെറ്റ്. ബീച്ച് മിസ്സായി പോയി. അത് കുഴപ്പമില്ല, നമുക്ക് നാളെ നമ്മുടെ പ്രൈവറ്റ് ബീച്ചുള്ളപ്പോ എന്തിനാ ഇവിടുത്തെ ബീച്ചിൽ പോകുന്നത്? ഇത് ഏത് കാറ്റ് കൊണ്ട് പറന്നു പോകുന്നു. അയ്യോ അയ്യോ അയ്യോ, ഒരു അഭിനയം നോക്കിയുണ്ട്. ലിയനാർഡോ ഡികാപ്രിയോ. പിന്നെ ലിയനാർഡോ അതെ എനിക്ക് കണ്ടറിഞ്ഞൂടെ ലിയനാർഡോനെ? ശരിക്കും ലിയനാർഡോ ഡികാപ്രിയോ. മദർ തെരേസയെ അറിയില്ലേ? ഇത് പോപ്പിനെ അറിയാം. അത് മഹാത്മാഗാന്ധി. ഗാന്ധിയാണോ അത്? ഗാന്ധി. അത് പക്ഷെ ഗാന്ധിയുടെ ഒരു ശായോ ഇല്ല. ഇതിനെ കാട്ടി ബെറ്റർ പ്രിയ വരയ്ക്കുന്നതാ. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ദേ ടെർമിനേറ്റർ, അർണോൾഡ് ഷ്വാർസെനെഗർ. ആൾക്ക് ബോഡി ഒന്നും ഇല്ലാതായി പോയി. ആ വേദുവിന്റെ ആള് പൈററ്റ്സ് ഓഫ് ദ കരേബിയൻ. മെസ്സി നിൽക്കുന്ന നോക്ക്.
മെസ്സി എങ്ങനെ ഇങ്ങനെ ആയിപ്പോയേ? വേൾഡിലെ ടോളസ്റ്റ് മാൻ ആണെന്ന് തോന്നുന്നു. അതിന്റെ ഹൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്ക്. എനിക്കൊക്കെ ഇത്രയും പ്രിയക്ക് വേണമെങ്കിൽ ഇത്രയും പൊക്കം വേണമായിരുന്നു ശരിക്കും. വേൾഡ്സ് ടോളസ്റ്റ് പേഴ്സൺ കണ്ട, ടോളസ്റ്റ് മാൻ. ആൻഡ് ഇത് ഷോർട്ടസ്റ്റ് മാൻ, ശരിക്കുള്ള ഷോർട്ടസ്റ്റ് മാനാ, ബേബി അല്ല അത്. ആ, അയാളുടെ കൈപ്പത്തിയുടെ അത്ര ഉള്ളൂ ഇയാള്. ടർക്കിക്കാരനാണ് ടോളസ്റ്റ് മാൻ. അയാളുടെ ഹൈറ്റ് 8 feet 3 inches. ഇത് ഷോർട്ടസ്റ്റ് മാൻ, ആളുടെ ഹൈറ്റ് 2 അടി. എവിടെയാ? ഇത് ചൈനക്കാരനാ. ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. അല്ലെ ഞാൻ ചോദിക്കുന്ന ഈ പുള്ളിക്ക് വീടൊക്കെ എങ്ങനെയായിരിക്കും? വീടോ? കാറൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ, പിന്നെ അയാൾ മറ്റേ റൂഫില്ലാത്ത കാറിലിരിക്കും, എന്നിട്ട് തല വെളിയിലിട്ട് ഓടിക്കും. ഇതാണ് പ്രിയക്ക് വേണ്ടത്. ഇതെന്താണെന്നറിയോ? സ്മോളസ്റ്റ് വേസ്റ്റ് ഉള്ള പെണ്ണ്. 15 ഇഞ്ചാ. പിന്നെ 15 inches ഉള്ളു വേസ്റ്റ്. പ്രിയ ഇത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുണ്ട് പ്രിയയുടെ. സ്മോളസ്റ്റ് വേസ്റ്റ് അത്രേ ഉള്ളൂ. ടങ്ക് ഇതൊക്കെ ശരിക്കുള്ളതാണ് കേട്ടാ. അമേരിക്കൻ ആണ്. ലോങ്സ്റ്റ് ടങ്ക് 10 centimeter 4 inch. നാക്കകത്ത് ചുരുട്ടി വെക്കോ? നാക്കകത്തേക്ക് ഇടുമ്പോ നോർമലായിട്ടിരിക്കും പ്രിയ. അല്ലെങ്കിൽ പ്രിയയുടെ നാക്കിന് കുറച്ച് നീട്ടം കൂടുതല. ഇതാണ് നാക്കിന് നീട്ടം കൂടുതൽ. ഈ നീട്ടം വല്ല ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ. ലോങ്സ്റ്റ് നെക്ക്. ഇതൊക്കെ ശരിക്കുള്ളതാ. ഇതൊക്കെ ശരിക്കുള്ളതാ. എനിക്കൊന്ന് ഇത് ഇട്ടിട്ടായിരിക്കും ചിലപ്പോ അല്ലേ? അപ്പൊ കഴുത്തിന്റെ നീളമില്ലാത്തവര് ഇട്ടാ മതി. എനിക്ക് നല്ല ഒട്ടുമില്ല നീളം. കണ്ടുപോയത് ആപ്പിളിന്റെ ആളുണ്ട്. അല്ലാതെ വേദിന്റെ ഫേവറേറ്റ് ആളാണ് മിസ്റ്റർ ബീൻ അല്ലേ? പക്ഷെ മിസ്റ്റർ ബീൻ മോശം ശരിയായിട്ടില്ല. അയ്യോ, ഇത് നോക്ക്, സലീം കുമാർ നിൽക്കുന്നു. അല്ല, മറ്റേ സലീം കുമാർ മൈക്കിൾ ജാക്സൺ വേഷം കിട്ടത്തില്ല, അതുപോലെ ഉണ്ട്. ഇത് നല്ല സ്ഥലം. ഇതൊരു സെൻ ഗാർഡന്റെ രീതിയിലാണ്, ജാപ്പനീസ് സെൻ ഗാർഡന്റെ രീതിയിലാണ് ഈ ഒരു മൊത്തം ഏരിയ ചെയ്തു വെച്ചിരിക്കുന്നത്. യു ഗോട്ട് കോയ് പോയിന്റ്, ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ്, കാം മ്യൂസിക്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് അല്ലേ? ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താ അറിയോ? പോയ എല്ലാ രാജ്യവും, തൈവാൻ ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും കൊറിയ ആണെങ്കിലും അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ, ബാങ്കോക്ക് ആണെങ്കിലൊക്കെ ജപ്പാനിനെയാണ് ബേസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാം ജാപ്പനീസ് തീം, ജാപ്പനീസ് ഫുഡ്. തായ്ലൻഡിലും സക്കൂറയൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടല്ലോ, ചെറി ബ്ലോസത്തിന്റെ രീതിയിലുള്ള ഡ്രസ്സിംഗ് അല്ല, ഡെക്കറേഷൻസ് ഒക്കെ. ആൻഡ് ഭാഗ്യത്തിന് എനിക്ക് ആ രാജ്യത്തിൽ 1 മാസം സ്പെൻഡ് ചെയ്ത് എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മന്ത് ആയിരുന്നു. ഒരിക്കലും മറക്കില്ല. ബ്രിഡ്ജ് നോക്ക്, എന്ത് ഭംഗിയാന്ന്. ഇതൊക്കെ ഒരു ജാപ്പനീസ് ഇൻസ്പയർഡ് രീതിയാണ്. നൈസ് നോ? എന്ത് അടിപൊളിയാ. ജപ്പാനിൽ പോയ പോലെ ഉണ്ട്. ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ അയ്യോ, ഞാൻ പറഞ്ഞില്ലേ. നോക്കാലോ മേളിൽ പോയിട്ട് എന്താ വ്യൂ എന്ന്. എന്ത് രസം ഈ സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്സ്. എനിക്ക് മറ്റേ ക്യോട്ടോയിലെ ടെമ്പിളിൽ കയറിയ പോലെ ഉണ്ട് ഈ ഒരു ഫീല്. വ്യൂ പോയിന്റ് ആണ് മേളില്. വെരി നൈസ്. ഒരു ജാപ്പനീസ് ടെമ്പിളിന്റെ രീതി ചെയ്ത് വെച്ചിരിക്കുക. നടന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങ് അറ്റം വരെ പോവാം. നമുക്കിപ്പോൾ സമയമില്ല അതിന്. അല്ലെങ്കിൽ അവിടെ ആ ടെമ്പിൾ വരെ പോവാം. അതൊരു ആർട്ടിഫിഷ്യൽ ടെമ്പിളാണ്. മേളിൽ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ. ഒറ്റയ്ക്ക് ഒരു കേബിൾ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? തിരിച്ചു പോകുമ്പോ ഞാനും വേദുവും പ്രിയ മാത്രമായിട്ട് ഒരു ഫുൾ കേബിൾ കാർ. രാത്രി ഇവിടെ ഭയങ്കര ഭംഗിയായിട്ട് അവർ ലൈറ്റ് വെച്ച് കുറേ കളിച്ചിട്ടുണ്ട്. ഹോട്ടൽസിലാണെങ്കിലും പാലത്തിലാണെങ്കിലും ഇവിടുത്തെ ആ പോകുന്ന ബസ് തന്നെ കണ്ട എന്തൊരു കളർഫുൾ ആണ്. എല്ലാം ഭയങ്കര ലൈറ്റ് വെച്ചുള്ള കളിയാണ്. അയ്യോ, ഷിപ്പാണെങ്കിലും എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും അവർ വേവ് ചെയ്യും, ബോയും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ. ഏരിയ ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ഹലോങ് ബേയുടെ ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള ഏരിയ. കസിനോസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇഷ്ടംമാതിരി കസിനോസ് ഉണ്ട്, നൈറ്റ് ക്ലബ്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് കോഫി കുടിക്കാൻ. ഇവിടുത്തെ ഒരു ചെയിനാണ് ഹൈലൻഡ് കോഫി എന്ന് പറഞ്ഞത്. ഭയങ്കര ചീപ്പാണ്. ആ സമയത്ത് നല്ല ടേസ്റ്റി ഫുഡും ഡ്രിങ്ക്സും ആണ്. എന്ത് രസമായിട്ട് ഇവിടുത്തെ ഈ കോഫി ഷോപ്പൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ജസ്റ്റ് സീ ദിസ്, എക്സാജുറേഷൻ അല്ല, സാധാരണ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഹൈലൻഡ് കോഫി. ഔട്ട്ഡോർ ഡൈനിങ്, ഇൻഡോർ ഡൈനിങ്, ബിഗർ ദാൻ
ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള സ്റ്റാർബക്സിനൊക്കെ കാട്ടി ഒറ്റ ആളില്ല. ഇത് വിയറ്റ്നാമീസ് കോഫി, ഇത് കൂൾ ചോക്ലേറ്റ്, ഒരു മൂസ്, ഒരു സ്മോൾ ബാൻമി, ഇതെല്ലാം കൂടെ 470 rupees ആയുള്ളൂ. ഇത് ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ഓൾസോ. ഇല്ല ഇവിടെ ആളില്ല. ഇത്രയും സാധനങ്ങളും കൂടെ ഒരുമിച്ച് ഒരു സ്റ്റാർബക്സ് കോഫിയുടെ പൈസയായുള്ളൂ, ഇൻക്ലൂഡിംഗ് വേദുവിന്റെ കിഡിലൻ ചോക്ലേറ്റ് മൂസ് ആൻഡ് അവർ സാൻഡ്വിച്ച്. നല്ല ടേസ്റ്റ്, കോൾഡ് ഡാർക്ക് ചോക്ലേറ്റ്, വെരി നൈസ് നോ. ആൻഡ് മൈനസ് വിയറ്റ്നാമീസ് കോഫി. അത് നോക്ക്, ഫ്ലോട്ട് ചെയ്ത് വരുന്ന പോലെ ഇല്ല പ്രിയ, അത് സ്പേസ് ഷിപ്പ് വരുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. എന്നോട് ATM പോയി പ്രിയക്ക് ഷോപ്പിങ്ങിന് പൈസ എടുക്കാൻ പറഞ്ഞല്ലോ. പ്രിയയുടെ പൈസയാണ്, എന്റെ അല്ല. 30 ലക്ഷം 30 ലക്ഷം രൂപയല്ല ഇവരുടെ 30 ലക്ഷം. ഒരു നോട്ട് 5 ലക്ഷം പറന്നു പോയാലോ. 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 rupees. ഇതാ രാത്രി ആകുമ്പോ കണ്ട ഈ ഏരിയ ഒക്കെ മൊത്തം ഭയങ്കര ലൈവായി വരുന്നുണ്ട്. ഇതൊരു നൈറ്റ് മാർക്കറ്റ് ഏരിയ ആണ്, പക്ഷെ നമ്മളിപ്പോ പോകുന്ന വേറെ ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഫൺ നൈറ്റ് മാർക്കറ്റ് ആണെന്നാ പറയുന്നത്. ഓപ്പൺ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട്. ഫുഡ് മസാജ് ഉണ്ട്, എല്ലാ സീ ഫുഡ് സംഭവങ്ങളാണ്, പക്ഷെ എവിടെ ആളില്ല. വെൽക്കം ടു ദ നൈറ്റ് മാർക്കറ്റ് ഓഫ് ഹെലോങ് ബേ. ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് കാണും നമ്മൾ പ്രതീക്ഷിച്ച. ഹെലോങ് ബേയിൽ ഒരു നൈറ്റ് മാർക്കറ്റ്. പ്രിയയുടെ സാധനം ബാക്കിയുള്ളവർ എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ് നോക്കുന്നത്. ബാഗിൽ ഫുഡാ മൊത്തം എന്റെ ആൾക്കാരാ. അതെ, ഇതും ഞാൻ പറഞ്ഞ പോലെ ഒരു ഫൺ നൈറ്റ് മാർക്കറ്റ് ആണ്. നൈറ്റ് മാർക്കറ്റിൽ അറിയാലോ, ഒരു ഫൺ പ്ലേസ് ആണ്. നമുക്ക് ഭയങ്കര ഒരു സംഭവമൊന്നും അല്ല, പക്ഷെ ഒരു സാധനങ്ങൾ വാങ്ങാനും സൂവിനേഴ്സ് വാങ്ങാനും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രിയ ഇത് നോക്കിക്കേ പ്രിയ, എന്ത് വലിയ നൈറ്റ് മാർക്കറ്റാന്ന് നോക്ക്. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇവര് മുതലാക്കുന്നതാവോ? എങ്ങനെ ഇത് നടക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതേ ബാലി ബാഗ്സ്, ഹാൻഡിക്രാഫ്റ്റ് നമ്മുടെ തായ്ലൻഡിലൊക്കെ ഉള്ള പോലെ തന്നെ അല്ലേ? സെയിം സംഭവം തന്നെ. വാങ്ങാനൊന്നും പറ്റില്ല, വെറുതെ ഒന്ന് നടന്നു പോവാം. ഇവിടെ ഉണ്ടല്ലോ, ഇത് എല്ലാം ഫേക്ക് ഗുഡ്സ് ആണ്. പക്ഷെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഷൂസ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഇതിട്ടുകൊണ്ട് നടക്കരുത്, കാല് ഭയങ്കര പ്രശ്നമാവും. ഷൂസും കണ്ണാടിയും ഒരിക്കലും നിങ്ങൾ ഫേക്ക് വാങ്ങരുത്. ഔട്ട്ലെറ്റ് സ്റ്റോറിൽ പോയി വാങ്ങുക, അതാണ് ബെറ്റർ. അതെ, ഔട്ട്ലെറ്റ് സ്റ്റോറിൽ പോയ ഏകദേശം പക്ഷെ ഇങ്ങനത്തെ മോഡലൊന്നും കിട്ടില്ലല്ലോ. ഉള്ളത് വെച്ച് നല്ലത് വാങ്ങുക. പ്രൈസ് വെച്ച് നോക്കുമ്പോ ഔട്ട്ലെറ്റ് മോളൊന്നും അങ്ങനെ തന്നെയാണ്. അതെ, ഒറിജിനൽ സാധനം കിട്ടും. കാലല്ലെങ്കിൽ വല്ലാതായി പോവും. ഇവിടെ എനിക്ക് ഫുഡില്ല കേട്ടാ. ഈ നൈറ്റ് മാർക്കറ്റ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുഡൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കുറേ സ്ട്രോൾ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാം. ഇങ്ങനത്തെ ഫൺ ടീഷർട്ട്സ് ഉണ്ട്, ടിൻ ഇൻ വിയറ്റ്നാം, ഹെലോങ് ബേ, അങ്ങനത്തെ ഒക്കെ വാങ്ങിയാൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നന്നായി ബാർഗെയിനും ചെയ്യുക. എന്തായാലും നൈറ്റ് മാർക്കറ്റ് രാത്രി ചെയ്യാനുള്ള ആക്ടിവിറ്റി ഉണ്ടല്ലോ. രാത്രി 12 മണി വരെ ഉണ്ട് ഇവിടെ. നൈറ്റ് മാർക്കറ്റിനകത്ത് വൈബൊന്നും ഇല്ല അല്ലേ? ബാങ്കോക്കിലെ നൈറ്റ് മാർക്കറ്റിന്റെ വൈബൊന്നും ഇല്ല. ഫുഡ് ഇല്ലാത്തോണ്ടാ മെയിൻ, ആൾക്കാരില്ലാത്തോണ്ടായിരിക്കും. അതാണ്. ഇങ്ങനത്തെ ഒക്കെ സ്ഥലം ബഹളം ഉണ്ടെങ്കിലേ വൈബ് ഉള്ളൂ. നമ്മൾ വേറെ എപ്പോഴും ക്രൗഡ് ഉള്ള മോശമാണ്, പക്ഷെ ക്രൗഡ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ രസമുള്ളൂ. തിരക്ക്, മ്യൂസിക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ കൊയറിന്റെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടും. നല്ല ഇതൊക്കെയാണ്. പിന്നെന്താ, നല്ലതല്ലേ? സ്റ്റോറിലേക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം, വീട്ടിലേക്ക് ഉപയോഗിക്കാം. മറ്റേ ലക്കി കാറ്റ് നമ്മുടെ ജപ്പാൻ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാ. പിന്നെ എന്തിനാ ട്രേ അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. അങ്ങനെ പ്രിയയുടെ ഏറ്റവും ഫേവറേറ്റ് അൺഎക്സ്പെക്ടഡ് ലവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ മാഗ്നറ്റും കൂടെ വാങ്ങി നമ്മൾ ഇനി ഡിന്നറിന് ഇറങ്ങുവാണ്. ഹെലോങ് ബേ, വിയറ്റ്നാം. എല്ലാരും വരേണ്ട സ്ഥലമാണ് വിയറ്റ്നാം. 5 ലക്ഷം രൂപ കിട്ടിയതിന്റെ സന്തോഷം. ഇത് ബാർഗെയിൻ ചെയ്ത 50, ശരിക്കും ഒരു 30-നൊക്കെ കിട്ടിയാനേ കുഴപ്പമില്ല. അപ്പൊ കിട്ടും. ആദ്യമായിട്ട് ഒരു നൈറ്റ് മാർക്കറ്റ് വന്ന് കൈവീശി പോന്നു. മാഗ്നറ്റ് വാങ്ങി, അത് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഡിന്നർ കഴിച്ച് പറ്റുമെങ്കിൽ ഒരു മസാജും കൂടെ എടുത്ത് റൂമിൽ പോവാം. കണ്ണി തപ്പുന്നത്, പ്രിയയുടെ കണ്ണിപ്പോ തിളങ്ങുന്നത് ഈ സംഭവം കാണുമ്പോഴാണ്. എന്ത്? ഒന്ന് മസാജറും ഒന്ന് ചൊറിയലും. എന്താ ഗുണമുണ്ടോ? ഇത് വെച്ച് ചൊറിയുമ്പോ ഒരു സുഖമുണ്ടല്ലോ. പ്രിയക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. ഞാൻ ഡാഡിയുടെയാണ് എടുത്തിരിക്കുന്നത്. ഡാഡിക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തു. ഡാഡിക്ക് വേദ പോയി പുറം ചൊറിഞ്ഞു കൊടുക്കണം ഇപ്പൊ. അത് ഹെറിഡിറ്ററി ഡാഡിയുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. രാത്രി ആയാലും ഈ ഒരു സ്ഥലം ശരിക്കും നമ്മുടെ ഒരു പ്രാഗിന്റെ ഒക്കെ ഒരു ഓർമ്മ എനിക്ക് തരുന്നത്. ബിൽഡിങ്സ് ഒക്കെ പ്രാഗിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ. എനിക്ക് മനസ്സിലെന്തോ ഒരു, നമുക്ക് ട്രാവൽ ചെയ്തിട്ട് ഇത്രയും നല്ല സ്ഥലങ്ങൾ കണ്ടിട്ട്
അങ്ങോട്ട് ആൾക്കാർ എത്തിപ്പെടാത്തപ്പോ വിഷമമാണ് പൊതുവെ. അത് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ, എത്ര കാലി ബിൽഡിങ്സ് ആണ് നോക്കുക. എവിടെ ലൈറ്റ് ഇല്ല. മേളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം കാലി വിൻഡോസ് ആണ്. നൈറ്റ് ക്ലബ്ബ് കയറണോ? കുറച്ച് വൈബ് ഉണ്ടോ? ഓ പിന്നെ ക്ലബിൽ കയറുന്ന ആള് ജെഫ്രിന്റെ ബാക്കിയാണ് പ്രിയ. ഒരു വൈബ് ഇല്ലാത്ത ആളാ. ഓ പിന്നെ ഏറ്റവും വൈബില്ലാത്ത മനുഷ്യൻ ഇൻ ദ വേൾഡ് ജെഫ്രിന. ലൗഡ് മ്യൂസിക്കിന് കേട്ടാ. നേച്ചർ ലവർ. അതാ നമ്മള് ഡേ അവസാനിപ്പിക്കാനായിട്ട് ഇന്നലെ വന്ന സ്ഥലം തന്നെ പാപ്പാസ് ബാർബക്യൂ റെസ്റ്റോറന്റ്. ബെസ്റ്റ് റെസ്റ്റോറന്റ് for international food in Halong Bay. It looks absolutely smashing. The burger is bun is in house. Kore pickles കാണാം, sauce, big patty and lot of french fries, and look at this carbonara. Looks so yum, no? Oh കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ പുതിയ എന്തൊരു ക്രീമി സംഭവമാണ്. കൊള്ളാമോ? എല്ലായിടത്തും ആയിരിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രിയ മെസ്സിയെ കഴിക്കുന്നത് കാണുന്നത് അല്ലോ. ഇതിന്റെ പാറ്റിയുടെ സൈസ് നോക്ക്. തലക്കിട്ട് പോലെ എറിഞ്ഞുണ്ടല്ലോ, ഡാമേജ്, നേരെ ഡാമേജ് ആ സ്കള്ള്. ഐ ഹാവ് സീൻ സച്ച് എ തിക്ക് പാറ്റി എവർ. നോക്കിന്റെ സൈസ്. ആൻഡ് ദില്ലുവിനെ തോപ്പിക്കാനുള്ള ബർഗർ ഇറങ്ങിയിട്ടില്ല ഒരു ബൈറ്റില്. ദിസ് ഇസ് സോ ഫ്രഷ്, പ്രോപ്പർ മിൻസ് മീറ്റ് ആണ് ഇതിൻ്റെ അകത്ത് മൊത്തം. കുറച്ച് മൈനീസ്, അവിടെ സ്പെഷ്യൽ ബാർബക്യൂ സോസ്, ചീസ്, പിക്കിൾസ്, tomatoes and lettuce, but the highlight is the meat. It is so big, thick slab ആണ്. എനിക്കൊന്ന് 10 കിലോ കാണും, 200-250 ഗ്രാം കാണും മിനിമം. ആ പാക്ക് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് ബെസ്റ്റ് മീൽ ഇൻ ഹലോങ് ബേ. അപ്പൊ ഗൈസ് എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ഡിസേർട്ട് കിട്ടിയില്ല, ഗ്രാബ് ടാക്സി ഉള്ളതുകൊണ്ട് ഹലോങ് ബേ മൊത്തം ഈസി ആയിട്ട് കറങ്ങാൻ പറ്റി. ഭയങ്കര ചീപ്പാണ് ടാക്സി. ഞാൻ പോയിരിക്കുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് സ്ഥലം ടാക്സി ഇസ് ഇൻ വിയറ്റ്നാം തന്നെയാണ്. എന്തായാലും ഇനി റിസോർട്ടിൽ പോവാം, ഭാഗ്യമുണ്ടെങ്കിൽ ഡിസേർട്ട് അവിടെ നിന്ന് കഴിക്കാം. സ്ഥലമാണ് ഞങ്ങൾക്ക് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ വേദന വെച്ച് പറ്റില്ല തോന്നുന്നു. വാലി ബീച്ച് ക്ലബ് എന്തൊരു വൈബാ. കാറിന്റെ അകത്ത് ഇത് ഭയങ്കര ഫേമസ് ബീച്ചാണ് ഇവിടുത്തെ. നമ്മുടെ റിസോർട്ടിൽ വരുമ്പോൾ തന്നെ ബോട്ടൊക്കെ വെയിറ്റിംഗ് ആണ്. രാത്രി ആരും ഇല്ലല്ലോ. ഇനി ഇവിടുന്ന് നമ്മുടെ ഫേസസ് വേറെ കാറ് വെയിറ്റ് ചെയ്യുന്നല്ലോ. ക്യാപ്റ്റൻ നമുക്ക് വേണ്ടി ബോട്ട് വെയിറ്റ് ചെയ്യാം, പ്രൈവറ്റ് ബോട്ട്. കയറിക്കോളൂ. ഇവിടെ ഫേസ് ഒക്കെ സ്കാൻ ചെയ്തിട്ടേ കയറ്റുള്ളൂ. വേദുവിന്റെ ഫേസ് ആദ്യമേ സ്കാൻ ചെയ്യട്ടെ. എന്തൊരു സെക്യൂരിറ്റി അല്ലേ. പൊടിപ്പിടിച്ച് വന്നേന്നറിയോ, ഇന്നലെ ഡെസേർട്ട് കഴിക്കാൻ പറ്റിയില്ല. ഇന്ന് ഇവിടുന്ന് ഡെസേർട്ട് കഴിച്ചാലോ? ഓ വേണ്ട, എന്നാ പൊയ്ക്കോ. ഞാൻ വേണ്ട, പൊയ്ക്കോ. വലിയ ജാട, എന്തൊരു ജാട ഇത്. പിന്നെ ചോക്ലേറ്റ് മൂസ് അത് പറഞ്ഞാൽ മതി. അതോ സ്ട്രോബെറി ചീസ് കേക്ക്? പിന്നെ അത് വേണ്ട, അതൊരു വൈബില്ല. ചോക്ലേറ്റ് ക്രെപ്പ്, അത് പാൻ കേക്ക്. പക്ഷെ രാവിലെ കിട്ടുമല്ലോ. മൂസ് പറയാം. ഇറ്റ് ലുക്സ് വെരി ഗോർജിയസ്. ദിവസം ഇന്ത്യനായിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസിൽ വന്ന് ഇരുന്ന് ഒരു ചോക്ലേറ്റ് മൂസ് കഴിക്കുന്നത് എന്തൊരു റിച്ച് അല്ലേ. ഇതും വലിയ റേറ്റില്ല കേട്ടോ. 120 രൂപ കണ്ടുള്ളൂ. ഹോട്ടൽ കണ്ടെത്തത് ഒരു 400-500 രൂപ വരും മിനിമം. ഹൈ ക്വാളിറ്റി ബെൽജിയം ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ബെൽജിയം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ അറിയാലോ, പ്രോപ്പർ അധികം സ്വീറ്റ് അല്ലാതെ പ്രോപ്പർ കൊക്കോൻ്റെ ഫ്ലേവർ കിട്ടും. ഓയിലി ആഫ്റ്റർ ടേസ്റ്റ് കാണില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രിയ അവിടെ ഫോണിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ തീർക്കും. വേണ്ടല്ലോ, വേണ്ട പ്രിയ. സോ ഞങ്ങൾ നാളെ ഹലോങ് ബേന്ന് പോകുന്നതായിരിക്കും ഹനോയിലേക്ക്. ഹനോയിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഭയങ്കര ഒരു വൈബ്രൻറ്റ് സ്ഥലമാണ് ഹനോയ്. സോ ഇനി 3 ദിവസം അവിടെ ആയിരിക്കും. കുറേ അടിപൊളി ഫുഡും കുറേ കാഴ്ചകളും ഷോപ്പിങ്ങും എല്ലാം ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയിങ് അവർ വ്ളോഗ്. എന്തായാലും കണ്ടവരൊക്കെ, നമ്മുടെ വ്ളോഗ്സ് കാണുന്നവരൊക്കെ അവരുടെ വാല്യുബിൾ ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.